ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ കുറച്ച് എണീറ്റപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോഴത്തേനും നല്ല മൂടലുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അതിനിടയിൽ മുട്ടക്കറി വെച്ചു. മുട്ടക്കറിക്കുള്ളതെല്ലാം മസാലയെല്ലാം ഞാൻ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ടിഫിൻ ബോക്സിനുള്ള ലഞ്ച് ബോക്സിനുള്ള അപ്പമാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പമാണ്. അതാകുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോഴത്തേനും മണി 7:30 അപ്പോൾ ഇനി മോളെ വിളിക്കണം. അയാളെ വിളിച്ച് സെറ്റാക്കി ഇരുത്തിയതിന് ശേഷം ഞാൻ മീൻകറി വെക്കാനായിട്ട് കയറി. നമ്മുടെ മീൻകറി എന്ന് പറയുന്നത് ഇത് ഉലുവാച്ചി എന്നാണ് കൊല്ലം ഭാഗത്തോട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വറുത്തരച്ചാണ് ഇവിടെ വെക്കാറ്. അപ്പം അതിനുവേണ്ടി ഉള്ളി, ഇഞ്ചി, തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ അപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വറുക്കാനായിട്ട് തേങ്ങ വെച്ചു. പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്ത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയാൽ മതി, ഒരുപാട് മൂക്കണ്ട. അതേപോലെ തന്നെ പൊടികൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പൊടികളെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് തണുപ്പിക്കാനായിട്ട് വെച്ച് നമ്മൾ തീയലിനരയ്ക്കാനായിട്ട് തീയലിനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ നല്ലപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ തീയലിനെ പോലെ ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ മോളുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പവും മുട്ടക്കറിയും പതിവ് പോലെ തന്നെ നമ്മുടെ സ്നാക്സ് ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം മുട്ടക്കറിയുടെ മുട്ടയിലെ വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ, മഞ്ഞ എടുക്കില്ല. നിങ്ങളുടെ ഇവിടുത്തെയും കുട്ടികൾ എങ്ങനെയാണ്? നമ്മുടെ ഇവിടെ രണ്ടുപേരും അങ്ങനെയാണ്, പുഴുങ്ങിയ മുട്ടയ്ക്കകത്തുള്ള മഞ്ഞ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചിക്കി വറുത്തൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ സ്നാക്സ് ബോക്സിലോട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ടു കേട്ടോ. പിന്നെ മോള് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീടാണ് തണുത്തതിന് ശേഷം, നമ്മുടെ അരപ്പ് തണുത്തതിന് ശേഷം ഞാനത് അരച്ച് മിക്സിയിൽ അരച്ച് അത് ചട്ടിയിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ മീൻ എല്ലാം പറക്കിയിട്ടു. നിങ്ങളുടെ അവിടെ ഭാഗത്തൊക്കെ ഈ മീനിന് എന്താ പേര് പറയുന്നത്? നമ്മുടെ അവിടെ ഉലുവാച്ചി എന്നാട്ടോ പറയുന്നത്. ഞാൻ പറയുന്നത് പാമ്പ് മീൻ എന്നാണ്. അത് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും വെളിയിലോട്ട് നോക്കിയപ്പോൾ നല്ല മൂടലും ഉണ്ട്, ചെറുതായിട്ട് ചാറി തുടങ്ങി. അപ്പോഴത്തേനും അവർ പോയിട്ടൊരു 10-15 മിനിറ്റ് ആയി. എത്താറായില്ല, ഒരു 20-30 മിനിറ്റിൻ്റെ ദൂരം ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ നോക്കി നിന്നു, പെയ്യോ എന്നൊക്കെ ചോദിച്ച്. അപ്പോഴത്തേനും മണി 9 പെട്ടെന്ന് മഴയങ്ങ് പെയ്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അച്ചാച്ചനാണ് മോളെ കൊണ്ടാക്കാറ്. അപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നനഞ്ഞിട്ടില്ല, രണ്ടുപേരും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീനിൽ കടുകൊക്കെ വറുത്തിട്ടു. അപ്പോഴത്തേനും മണി 9:45. പിന്നെ ഞാൻ മീനൊക്കെ വറുക്കാനിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ കാണാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.